ക്രിസ്തുവിന്റെ ക്ഷമ എന്തായിരുന്നു? തന്റെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പി അവനെ നോക്കി. തന്റെ മുഖത്തെ രോമം കൂട്ടമായി പറിച്ചവനെ നോക്കി. തന്റെ തലയിൽ 174 വലിയ മുള്ളുകളുള്ള മുൾക്കിരീടം വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചടിച്ചുറപ്പിച്ചപ്പോൾ 54 മുള്ളുകൾ തലയോട്ട് ഇടിച്ചകത്ത് കയറി. ആ അടിച്ചവനെ നോക്കിയിട്ട് അകവും പുറവും ചാട്ടവാറ് കൊണ്ട് ഉഴവുചാല് പോലെ അടിച്ചു കീറിയവനെ നോക്കിയിട്ട് വലിയ കാരിരുമ്പാണി കയ്യിൽ അടിച്ച് കയറ്റിയവനെ നോക്കിയിട്ട് യേശു പറയാണ്, പിതാവേ, ഇവരറിയാതെ ചെയ്യുകയാണ്, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അറിയാതെ ചെയ്യുകയാണ്, ഇവരോട് ക്ഷമിക്കണം. നമുക്ക് ആ മനോഭാവത്തിലേക്ക് ആകാൻ കഴിയുമോ? ക്ഷമിക്കുന്ന മനസ്സ്. അക്കാലത്ത് കുഷ്ഠരോഗികളെ കണ്ടാൽ പാളയത്തിന് പുറത്തു നിൽക്കണം, പാളയത്തിനകത്ത് വരാൻ പാടില്ല. അങ്ങ് പാളയത്തിന് പുറത്തു നിന്നോട് ഒരുത്തൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു ആരും അടുക്കാൻ മടിക്കുന്ന കുഷ്ഠരോഗിയുടെ ദേഹത്ത് തൊട്ടു. സൗഖ്യമാകാ, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വഴിയോര തെരഞ്ഞു നിൽക്കുന്നവന്റെ 2 കണ്ണിൽ യേശു കൈകൊണ്ട് തൊട്ടു. ശവമഞ്ചത്തിൽ യേശു തൊട്ടു. പ്രൈസ് ദി ലോർഡ്. സാധുക്കളായ അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ പോയി ചെറിയ സംവിധാനമുള്ള കൊച്ചു കൂരയിൽ നിന്ന് ആഹാരം കഴിച്ചു. ക്രിസ്തുവിന്റെ പാപം, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ മനസ്സലിവ്, ക്രിസ്തുവിന്റെ കരുണ, ക്രിസ്തുവിന്റെ ദയ വിശന്നിരിക്കുന്നവരെ കണ്ടിട്ട് ഇവരെ ഇങ്ങനെ വിട്ട വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ വിശപ്പടക്കി വിട്ട ദയ. ഹലോ, നമുക്ക് ക്രിസ്തുവിന്റെ പാപത്തിലേക്കായി തീരുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവാന് ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, നാം പാർക്കുന്ന ഈ കൊച്ചു ഭൂമിക്ക് കൈകൊണ്ട് ഇങ്ങനെ വൃത്തം വരച്ചവൻ, ഗോളാകൃതിയാകാൻ വെള്ളം ഒരു ഭാഗത്ത് മാറി കടലാകട്ടെന്നും ബാക്കി കരയാകട്ടെന്നും വാക്കുകൊണ്ട് കൽപ്പിച്ചപ്പോ കരയും കടലും ഉണ്ടാക്കിയവൻ, നാം ഈ കാണുന്ന വിരിഞ്ഞു കിടക്കുന്ന ആകാശത്തിന്റെ മൊത്തം അളവ് കൈകൊണ്ട് അളന്ന് പരിമാണമെടുത്തവൻ, ഇവിടെ വന്ന മൊത്തം പിള്ളേരുടെ പേരെല്ലാവർക്കും അറിയത്തില്ല, പക്ഷെ ആകാശത്തിലെ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളുടെ പേര് മുഴുവൻ കാണാതറിയാവുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരുന്നവൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല സൃഷ്ടിയുടെയും ആരംഭമായവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലോട് കൂടിയവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഇന്ന് രാത്രി നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവിന്റെ മഹത്വം. ഓ റബലമനഗ ശബ്ദരാധര റൗഡാരബസ്. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം ഒന്നിറങ്ങിയപ്പോൾ പഴയ നിയമ വീണ്ടെടുപ്പുകാരനായ മോശ പറഞ്ഞു, എനിക്കത് കാണാൻ വയ്യ, ഞാൻ ഭയപ്പെടുന്നു. ഒരു തുണിയെടുത്ത് മുഖത്തിട്ടു, ആ തേജസ് കാണാൻ വയ്യാതെ. അത്ര വലിയ തേജസ് ഉള്ളവൻ, തേജസ് വാരി ചുറ്റിയവൻ, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വന്ന് ചുരുണ്ട് കിടന്നു 9 മാസം. പ്രൈസ് ദി ലോർഡ്. അവര് പ്രസവിച്ചത് വഴിയിലാണോ വഴിയോരത്താണോ നമുക്കറിയത്തില്ല. കൊണ്ടക്കിടത്തിയത് ഒരു പുൽത്തൊഴുത്തില. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്നവൻ പുൽത്തൊഴുത്തിൽ കിടക്കാൻ തയ്യാറായി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശന്നു പൊരിഞ്ഞിട്ട് ഏതെല്ലാം സകല വൃക്ഷങ്ങൾക്കും ഫലമുണ്ടാക്കി കൊടുത്തവൻ, വിശന്ന് പൊരിഞ്ഞിട്ട് ഒരു മരത്തിന്റെ ഇലയുടെ പോയി നോക്കുക, ഒരു കാ കിട്ടിയ തിന്നാമെന്ന് വിചാരിച്ച് ദാരിദ്ര്യം അറിഞ്ഞവൻ,
ഒരിറ്റ് വെള്ളം ആരെങ്കിലും കോരിക്കൊടുത്താൽ കുടിക്കാമെന്ന് വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ഒരു കിണറ്റുകരെ പോയിരിക്കുക. ഒരു സ്ത്രീ തൊട്ടിയും കയറുമായി വരുന്നത് വരെ. ഇതാരാന്നറിയാമോ? ഈ കാണുന്ന ജലം മുഴുവൻ ഉണ്ടാക്കിയവൻ, ആ ജലത്തെ മുഴുവൻ ഉള്ളംകൈയിൽ വഹിക്കുന്നവൻ, ഏറ്റവും ഉന്നതനായ ഉയർന്നവനായവൻ ഏറ്റവും താഴേക്ക് വന്നിട്ട് ആ പാപം കണ്ട പൗലോസ് പറയണം, നമ്മളും ക്രിസ്തുവേശുവിലെ പാപമുള്ളവരായി മാറണം. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥാനത്തിൽ നിന്ന് ഒരുപടി താഴാൻ മനസ്സുണ്ടോ? ഇന്നലെ ലഭിച്ച പ്രോത്സാഹനത്തിൽ നിന്ന് ഇച്ചിരി താഴോട്ട് പോകാൻ സമ്മതിക്കുമോ? വേദിയിൽ പേര് പറഞ്ഞപ്പോൾ ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സഹിക്കുമോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലോസ് പറയാണ് ക്രിസ്തുവേശുവിലെ പാപം. എന്തായിരുന്നു പാപം? അവൻ ദൈവമായിരിക്കെ. ഇവിടെ ആയിരക്കണക്കിന് ദൈവമുള്ള ലോകത്തിലെ ഒരു സ്ഥലമാണ് നമ്മൾ പാർക്കുന്ന മഹാഭാരതം. എത്ര ദൈവങ്ങളാ? 33 കോടി ദൈവങ്ങൾ, 6000 കോടി അസുരഗണങ്ങൾ, പിന്നെ അതിനനുസരിച്ചുള്ള ഭൂതപ്രേത പിശാചുക്കൾ, പിന്നെ തൂണും തുരുമ്പും എല്ലാം ദൈവം, പാമ്പും പടയും എല്ലാം ദൈവം. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ദൈവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുക. പക്ഷെ നമ്മുടെ യേശു ഉണ്ടായി വന്ന ദൈവമല്ല, അവൻ ഉണ്ടായിരുന്ന ദൈവമാ. നല്ല ഹല്ലേലൂയ പറയണം. കാലഘട്ടങ്ങൾക്കിടയിൽ നാട്ടുകാരെല്ലാം കൂടി ഉണ്ടാക്കിയ ദൈവമല്ല, അവൻ ഉണ്ടായിരുന്ന ദൈവമായി. രാത്രി കരമടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ച്, നമ്മുടെ ദൈവം ആദിയിലുള്ളവൻ. ഓ റബശാന്തര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തോടുള്ള ആ സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ ഒരു മനുഷ്യനായി ദാസരൂപമെടുത്തു. മലയാള പരിഭാഷയാ ദാസരൂപം. യഥാർത്ഥ പരിഭാഷ അടിമയായെന്ന. അക്കാലത്ത് ഒരു മനുഷ്യന്റെ കാല് കഴുകുന്നത് അടിമകളാണ്. ഈ വലിയ ദൈവം ഒരു ദാസനെ പോലെ അരയിൽ തോർത്ത് ചുറ്റി കാല് കഴുകി. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ കണ്ട പൗലോസ് പറയുകയാണ്, നിങ്ങളിലും ക്രിസ്തുവേശുവിലെ ഭാവം തന്നെ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിയുമെങ്കിൽ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി ദൈവാത്മാവ് തന്ന അതിഗൗരവമുള്ളൊരു ദൂത് നിങ്ങളോട് പറയുമെന്നും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നും നിങ്ങളിൽ 10, 150 പേരെങ്കിലും കർത്താവിനായി അത് സമർപ്പിക്കുമെന്നും നല്ല നിശ്ചയത്തോടെ ഞാൻ നിൽക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ നിലയിൽ ശോഭിക്കാതിരിക്കാൻ അന്ധകാരത്തിൻ്റെ ശക്തി ആ ഇരുട്ടിലൊക്കെ പരത്തുന്നെങ്കിലും അകത്തിരിക്കുന്നവരുടെ കണ്ണ് ഇന്ന് രാത്രി പ്രകാശിച്ചാൽ ഹല്ലേലൂയ. ഓ റിബാലമന ശംധരാദര വൈഡമന ബൗഷസ്. ഹല്ലേലൂയ. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം.
ആ ആ ആ അമ്മാമ്മ ഇനി ഒന്ന് എഴുന്നേറ്റുണ്ട്. ഈ മിന്നെ വന്ന് ഇവിടെ ചൂടുവെട്ടം കിട്ടും. മൈക്ക് ഉണ്ടോ? മനെ മൈക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. മൈക്ക് ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ കൊടുത്തു. ഞാൻ അവിടെ വെട്ടമുണ്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരും എന്ന് പറഞ്ഞു. നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ വണ്ണം കാലം നിനക്ക് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കണം. യേശു കർത്താവ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പെസഹ ആചരിച്ച ദിവസം. പെസഹ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നതിന് 4 ദിവസം മുമ്പേ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടിയ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ 4-ാമത്തെ ദിവസം സന്ധ്യയ്ക്ക് അറുത്തു. അതിൻ്റെ രക്തം ഇസ്രായേൽ മക്കൾ പാർക്കുന്ന വീടിൻ്റെ കട്ടിലപ്പടിയിലും കുറുമ്പടിമേലും പുരട്ടി. കതകടച്ച് എല്ലാ വീട്ടുകാരും അവരവരുടെ വീട്ടിൽ കയറി അവരുടെ വീടിന് വേണ്ടി അറുത്ത ആ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെ മാംസം വീടിനകത്ത് വെച്ച് ചുട്ടിട്ട് കയ്പ് ചീരയോടെ അവരത് ഭക്ഷിച്ചു. വാതുക്കൽ രക്തം, അകത്ത് മാംസം. പ്രൈസ് ദി ലോർഡ്. ആ രാത്രിയിൽ ഇവർ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ച് ഭവനങ്ങളിൽ ആരാധിക്കുമ്പോൾ സംഹാരകൻ ഇറങ്ങി. രക്തത്തളി കാണാത്ത മുഴുവൻ മിസ്രൈമ്യ വീട്ടിലും കയറി മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെ കൊന്നുകളഞ്ഞു. ആ രാത്രിയിൽ അവർ പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പെസഹ ആചരിച്ചു പുറപ്പെട്ട ദിവസത്തെ ഓർത്താചരിക്കുന്ന ദിവസമാണ് പെസഹായുടെ ദിവസം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദിവസം യേശു യെരുശലേമിന് നേരെ എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടിയിരുന്ന ഒരു കഴുതയെയും കെട്ടപ്പെടാത്ത കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരാൻ ശിഷ്യന്മാരെ അയച്ചു. അഴിക്കുമ്പോൾ ആരാനും ചോദിച്ചാൽ പറയണം, ഇതിനെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. അവരഴിച്ചു കൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു കയറി. അവരുടെ വസ്ത്രങ്ങൾ ഊരി കഴുതക്കുട്ടിമേലെ റോഡിലും വിരിച്ചു. അല്ലാത്തവർ കുരുത്തോലയും ഈന്തപ്പന കമ്പുകളും ഒലിവല കമ്പുകൾ ഒഴിച്ച് അവിടെ ഇട്ടു. എല്ലാവരും യേശുവിനെ ഓശന്ന പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ വലിയ പുരുഷാരത്തിന്റെ ആരാവാരം നടക്കുമ്പോൾ യേശു പട്ടണത്തോട് സമീപിച്ചു, നഗരത്തോട് സമീപിച്ചപ്പോൾ വലിയ ആഘോഷത്തിന്റെ ഹോശാന പാടുമ്പോൾ യേശു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആഘോഷിച്ചവരുടെ കൂടെ ആഘോഷിക്കേണ്ട കർത്താവ് ആഘോഷിച്ചില്ല, യേശു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് ലാസറിന്റെ കല്ലറയ്ക്കപ്പോഴുള്ള കരച്ചിലല്ല. ആ കരച്ചിൽ കണ്ണിന്റെ ഇതുവഴി കണ്ണീർ ഒഴുകുന്നത് ആളുകൾ കണ്ടതല്ലാതെ ലോകം ആ കരച്ചിന്റെ ശബ്ദം കേട്ടില്ല. പക്ഷെ ഈ കരച്ചിൽ പുരുഷാരം കേട്ടു. ഈ കരച്ചിൽ കരയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. യേശു യെരുശലേമിന്റെ ഭൂതകാലം ഓർത്തു, യേശു യെരുശലേമിന്റെ ഭാവികാലം ഓർത്തു. അങ്ങനെ അവൻ ചുറ്റും നോക്കി കണ്ടു, എന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്.
എന്താണ് അവൻ കണ്ടത്? ഈ കാണുന്ന ആലയം. ശിഷ്യന്മാരങ്ങ് ആവേശത്തിലായി. അവർ പറഞ്ഞു, കർത്താവേ, ഇത് കണ്ടോ, എന്ത് മനോഹരമായിരിക്കുന്നു. യേശു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. യേശു കരഞ്ഞത് ഇന്നത്തെ കയ്യടിയോ ഇന്നത്തെ പാട്ടോ ഇന്നത്തെ പ്രസംഗമോ കണ്ടല്ല, നാളെ സംഭവിക്കാൻ പോകുന്നത് കണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് രാത്രി വരെയുള്ള കാര്യമൊക്കെ അറിയാം. കുറെ ഓർത്താല് ഇന്നലത്തെ കുറെ കാര്യം അറിയാം. പക്ഷെ യേശുവിന് നാളത്തെ കാര്യം അറിയാം. നീ നാളെ എന്താകും, നീ നാളെ ആരാകും, നിന്റെ കുടുംബം പട്ടണത്തിൽ എങ്ങനെ ആകും എന്നെല്ലാം അറിയുന്ന യേശു പട്ടണത്തെ നോക്കി കരഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയി. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവിക സന്ദർശനം? ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് സന്ദർശനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 50-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 50:25. നമ്മുടെ മൈക്ക് ഓണല്ലേ? നിങ്ങളെ സന്ദർശിക്കുമ്പോൾ രണ്ട് മൈക്ക് ഓണല്ലേ? നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മൈക്ക് വർക്ക് ചെയ്യുന്നതാണോ? ചുടോളി വെച്ച് എല്ലാരും കേൾക്കാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന്, നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവരവന് സുഗന്ധവർഗം ഇട്ട് അവനെ മിസ്രയീമിൽ ഒരു പെട്ടിയിൽ വെച്ചു. എല്ലാരെയും കുഴിയിൽ വെക്കുകയാണ്. ജോസഫിനെ പെട്ടിയിൽ വെച്ചു. എല്ലാരും എന്റെ കൂടെ ആണോ? മരിച്ചവരെ അല്ല എവിടെ വെക്കുന്നേ? കുഴിയിലാണ്. പക്ഷെ ജോസഫിനെ പെട്ടിയിൽ വെച്ചു. പെട്ടിയിലോട്ട് പോകുന്ന തൊട്ട് മുമ്പേ 110 വയസ്സുള്ള യോസഫ് ഇസ്രായേൽ മക്കളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് എല്ലാവരും പറഞ്ഞ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയണം. അഭിഷക്തന്മാരും പറയണം, ദൈവം നിങ്ങളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ജോസഫിന് 110 വയസ്സേ ഉള്ളൂ. ജോസഫ് മന്ത്രിയായത് 30-ാമത്തെ വയസ്സിലാണ്. എത്ര വയസ്സിലാ? 30-ാമത്തെ വയസ്സിൽ. 30-ാമത്തെ വയസ്സിൽ മന്ത്രിയായവൻ 7 വർഷം സുഭിക്ഷം, 37 വയസ്സ്. 7 വർഷം മഹാദാരിദ്ര്യം, 44 വയസ്സ്. സ്തോത്രം. മഹാദാരിദ്ര്യത്തിന്റെ അവസാനത്തിലാണ് യാക്കോവും 70 പേരും കൂടെ മിസ്രൈമിലോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെല്ലുമ്പോൾ യോസഫിന് 44 വയസ്സ്, 40-നും 44-നും ഇടയ്ക്ക് വയസ്സ്. ഇപ്പൊ യോസഫിന് 110 വയസ്സായി. 44, 40 പോയിട്ട് എത്ര ഉണ്ട്? 40 പോയാൽ പിന്നെ എത്ര ഉണ്ട്? 70 വർഷം. ഇസ്രായേലിനെ ദൈവം സന്ദർശിച്ചത് 430 വർഷം കഴിഞ്ഞ. അപ്പൊ 430 ഇന്ന് 70 പോയാൽ എത്ര ഉണ്ട്? 360. ഒന്ന് ശ്രദ്ധിച്ചൊരു കാര്യം പറയാനാ. അടുത്ത 360 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യം, ശവപ്പെട്ടി വെക്കുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യൻ പറയുകയാണ്, നിങ്ങളെ ദൈവം സന്ദർശിക്കും എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 26-ാം തീയതി സന്ദർശിക്കുമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം സന്ദർശിക്കും. അതിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ന് വരെ എന്റെ ശവമടക്കരുത്. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവജനത്തോടെ ആത്മാവിൽ പ്രവചിച്ച് പറയട്ടെ, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. മൂന്നര നൂറ്റാണ്ട് കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യം, മരണാസനായിരിക്കുന്ന, ദർശനം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, കൃപ ചോർന്നിട്ടില്ലാത്ത മനുഷ്യൻ,
അധികാരത്തിന് മത്ത തലേ കയറാത്ത മനുഷ്യൻ. ഹലോ, 80 വർഷം ഒരു കസാറയിൽ വോട്ടില്ലാതെ ഇരുന്ന് ഭരിച്ചൊരു മനുഷ്യനാണ് ആര്? പറഞ്ഞേ, യോസഫ്. മരിക്കുന്നവരെ വേറെ തെരഞ്ഞെടുപ്പില്ല. അവന്റെ കസാറ സ്പെഷ്യൽ കസാറ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, ആരും വീണിട്ടില്ലാത്തൊരു പൊട്ടക്കിണറ്റിൽ നീ വീണോ? ആരും ഇരിക്കാത്തൊരു കസാറ ദൈവം നിനക്കൊരുക്കും. വിശ്വസിച്ച് സ്തോത്രം പറയണം. ഇതുവരെ ആരും വീണിട്ടില്ലാത്തൊരു പൊട്ടക്കിണറ്റിൽ നീ വീണാൽ, ആരും കയറിയിട്ടില്ലാത്തൊരു സിംഹാസനത്തിൽ ദൈവം നിന്നെ കൊണ്ട് ഇരുത്തും. ഹല്ലേലൂയ. ആരും പോയിട്ടില്ലാത്ത മരുഭൂമിയിൽ കൂടെ നീ സഞ്ചരിച്ചാൽ ഓർത്തോണം, ആരും കണ്ടിട്ടില്ലാത്ത പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ നിനക്കായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. ഈ ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു മരുഭൂമി നിനക്കുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ആരും പോയിട്ടില്ലാത്തൊരു കനാൻ ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഓ, വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി നിന്ന 3 പിള്ളേർക്ക് ലോകത്തിൽ ആർക്കും ഉണ്ടാകാത്ത 7 മടങ്ങുള്ള ഒരു അഗ്നികുണ്ഡം ഉണ്ടായെങ്കിൽ ഓർത്തോ, ലോകത്തിൽ ആരും കയറാത്ത ചില പദവികളിലേക്ക് ദൈവം 3 പേരെ കരം പിടിച്ചുയർത്തുകയാ. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധികൾ നിന്നെ തകർക്കാനല്ല, ആർക്കുമില്ലാത്ത ചില അനുഗ്രഹങ്ങൾ നിന്റെ തലമുറയിൽ പകരുവാൻ. ഹല്ലേലൂയ. ഇതുവരെ ആരും വീണിട്ടില്ലാത്തൊരു സിംഹക്കുഴിയിൽ നീ അകപ്പെട്ടാൽ 127 സംസ്ഥാനങ്ങളുടെ മേളിൽ നിനക്കൊരു പദവി ദൈവം ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു കഷ്ടതയും ദൈവം അറിയാതെ വരുന്നതല്ല. ഇതിന്റെ എല്ലാം പിൻപിൽ ഒരു ദൈവിക സന്ദർശനമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ കൃപയുടെ ആഴം 350 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ദൈവിക സന്ദർശനം പോലും അറിയാവുന്ന ഒരു കൃപയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തപ്പോ വലിയ ശക്തന്മാരായ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ലേവ്യന്മാരും സദൂക്യരും എന്ന് വേണ്ട പരീശന്മാരും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും സാന്നിധ്യം ഗ്രഹിക്കാൻ 10 ആട്ടിടയന്മാർക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ അവനുണ്ട്. എല്ലാവർക്കും ആ സാന്നിധ്യം മനസ്സിലാകത്തില്ല. ഇന്ന് രാത്രി സന്ദർശനം 10 ഇടയന്മാർക്ക് മനസ്സിലായെങ്കിൽ ഈ ക്യാമ്പിന്റെ പ്രഥമ രാത്രിയിൽ നിന്നെ അവൻ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദർശനം ഇന്ന് രാത്രി നീ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. അങ്ങ് എവിടെയോ കിടന്ന 4 വിദ്വാൻമാർക്ക് അത് പിടികിട്ടി. ദൈവത്തിന്റെ സന്ദർശനം ആലയത്തിരുന്ന് പടുവൃത്തനായ ഭക്തനായ വന്യവയോധികനായ ശിമയോൻ നോക്കുമ്പോഴേ 40 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറിയയും ജോസഫും വരുന്നു. ആ വന്യ വയോധികൻ ഓടിച്ചെന്ന കുഞ്ഞിനെ മേടിച്ചിട്ട് പൊന്നുമോനെ, ചക്കരക്കുട്ട, ഉണ്ണീശോയെ എന്നൊന്നും അല്ല വിളിച്ചേ. സ്തോത്രം. നമ്മുടെ കൊച്ചിനെ കണ്ട എന്താ വിളിക്കുന്നേ? കൺമണിയെ, ചക്കരക്കുട്ട, പൊന്നെ, അപ്പനെ പറിച്ചു വെച്ചേക്കുവാന്നല്ലോടാ എന്നൊന്നും അല്ല ശിമയോൻ പറഞ്ഞേ. ഓ ലോർഡ്. 40 ദിവസമുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞു, ഓ ലോർഡ്, ഇനിയും എന്നെ അങ്ങ് സമാധാനത്തോടെ അയക്കണം എന്ന് പറഞ്ഞാൽ, അപ്പച്ചോ, ഈ 40 ദിവസമായ കൊച്ചിൻ്റെ കയ്യിലാണോ നിന്റെ ജീവൻ? അതെ, അവൻ ജീവന്റെ ഉടയവന്. സന്ദർശനം ശിമയോന് മനസ്സിലായി. ആലയത്തിന്റെ മൂലക്കിരുന്ന 108 വയസ്സുള്ള അമ്മച്ചി ഹന്നയ്ക്ക് പിടികിട്ടി.
ഇന്ന് രാത്രി നീ സന്ദർശനം അറിയാതെ പോകരുത്. ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദർശനവും അറിയാതെ നീ ക്യാമ്പ് വിട്ട് പുറത്തു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയ ഒരു കൊച്ചു കുന്നു കയറി നടന്ന് വളരെ പ്രായം ചെന്ന എലിസബത്തിന് അടുക്കലോട്ട് ചെല്ലുക. സാധാരണയൊക്കെ ആ വീട്ടിൽ വരാറുള്ള പെങ്കൊച്ച. പക്ഷെ ഇന്ന് മറിയെ കണ്ടപ്പോൾ ആ അമ്മച്ചി പറയാണ്, കർത്താവിന്റെ മാതാവിനെ കാണാനുള്ള ഭാഗ്യം എന്റെ കണ്ണുകൾക്കുണ്ടായല്ലോ, ഞാനാണ് ഈ ഭൂമിയിലെ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ മറിയയുടെ ഉദരത്തിൽ ഉരുവായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സന്ദർശനം എലിസബത്തിന് മനസ്സിലായി, സന്ദർശനം മറിയയ്ക്ക് മനസ്സിലായി. അവരൊക്കെ ഇച്ചിരി അറിവുള്ളവരാ. പക്ഷെ 6 മാസം വയറ്റിൽ കിടന്ന യോഹന്നാന് സന്ദർശനം മനസ്സിലായി. ഇന്ന് രാത്രി സന്ദർശനം തിരിച്ചറിയണം. മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. അവൻ അകത്ത് കടന്നുകൊണ്ട് ആത്മാവിൽ ആരാധിച്ചെങ്കിൽ ഇന്ന് രാത്രി സഹോദരങ്ങളെ നീ അവന്റെ സന്ദർശനകാലം അറിയണം, സന്ദർശനകാലം അറിയണം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം പറഞ്ഞ് ആരാധിക്കട്ടെ. ഇതുപോലെ ഒരു ക്യാമ്പ് 18-ാം നൂറ്റാണ്ടിന്റെ അർദ്ധഭാഗത്ത് യൂറോപ്പിലെ ഒരു ക്യാമ്പ് സൈറ്റ് നടക്കുകയാണ്. നല്ല മഞ്ഞുള്ള രാത്രി, സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അകത്തിരിക്കുന്ന ക്യാമ്പിലെ കുഞ്ഞുങ്ങളൊന്നും അത് അറിയുന്നില്ല. ഭയങ്കര ചൂടാ. അകത്ത്, പുറത്ത് സ്നോ പെയ്യുകയാണ്. അപ്പൊ തന്നെ ഈ ഇരിക്കുന്ന മോന്റെ പ്രായമുള്ള ഒരാള്, മോൻ എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. മിടുക്കൻ. എത്ര പഠിക്കുന്നേ? 7. മിടുക്കൻ. ജോർജ് ജെഫ്രി എന്നാണ് അവന്റെ പേര്. എന്താണ് പേര്? എല്ലാരും പറഞ്ഞില്ല. ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന ജോർജ് ജെഫ്രി അന്ന് പകൽ രാത്രി യോഗത്തിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്റെ ദൂതിന്റെ മുമ്പിൽ ഈ കൊച്ചു കുഞ്ഞിന്റെ മേൽ ആത്മാവിറങ്ങി. അവൻ ആ രാത്രി പ്രവചിക്കാൻ തുടങ്ങി. ആ ക്യാമ്പിൽ വന്ന ആളുകൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആളുകൾ കൂട്ടമായി സൗഖ്യമാകാൻ തുടങ്ങി. അവൻ വളർന്നു. ലോകമറിയുന്ന ഏറ്റവും വലിയ ഉണർവ് പ്രാസംഗികനും ശക്തനായ രോഗശാന്തി വരപ്രാപ്തനുമായി ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതാ. BBS ഡാൻസ് കളിക്കാൻ പോയതല്ല, ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതാ. നമുക്ക് ആത്മാവരണ BBS ഡാൻസ് കളിക്കണം. ക്യാമ്പിൽ പങ്കെടുത്ത കൊച്ചന്റെ മേൽ, മക്കൾ കേൾക്കണം, കൊച്ചന്റെ മേൽ ആത്മാവിറങ്ങിയവൻ വളർന്നു. 2 കക്ഷത്തിൽ സ്ട്രെച്ചർ വെച്ചുകൊണ്ട് ഒരു കാലുള്ള മനുഷ്യൻ ഞൊണ്ടി ജോർജ് ജെഫ്രി പ്രസംഗിക്കുന്ന വേദിയിൽ വന്നു. ഈ കക്ഷത്തിൽ ഈ വടിയും വെച്ചുകൊണ്ട് ഒരു കാലില്ലാത്ത മനുഷ്യൻ ഒരു കാലെ കുത്തിക്കൊണ്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം. ഇവനെ അടിമുടി ജോർജ് ജെഫ്രി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ പോയി കാലയിലുള്ള ചെരുപ്പ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കടയിൽ പോയി ചെരുപ്പ് മേടിച്ചു. ഒരെണ്ണം കാലയിട്ട് മറ്റേത് കടയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞതേ, ഞാൻ ചെരുപ്പ് മേടിച്ചു കാലയിട്ടു. നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു ജോഡി ചെരുപ്പ് മേടിക്കാനല്ലേ പറഞ്ഞേ? മേടിച്ചു. 2ന്റെയും പൈസ കൊടുത്തു. ഒന്ന് എനിക്ക് വേണ്ടല്ലേ, എനിക്കൊരു കാലല്ലേ ഉള്ളോ. അതുകൊണ്ട് ഒരു ചെരുപ്പ് കടയിൽ കിടപ്പുണ്ട്, നീ പോയി ആ ചെരുപ്പ് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഈ ഒരു കാലില്ലാത്തവനെ ആദ്യ ചെരുപ്പിന് വിട്ടു, 2ാമത് വിട്ടു. എന്നേരം ജോർജ് ജെഫ്രി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇവൻ 2 ചെരുപ്പും വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ ചെരുപ്പ് നിന്റെ താഴെ വെക്കാൻ പറഞ്ഞു. ജോർജ് ജെഫ്രി പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ അവനില്ലാത്ത കാലുണ്ടായി. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. കഥയല്ല, നിങ്ങൾ ജോർജ് ജെഫ്രിയുടെ പുസ്തകം എടുത്ത് വായിച്ചോണം. നടന്ന സംഭവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി ഈ ക്യാമ്പിൽ ചില കുഞ്ഞുങ്ങളുടെ മേലിന്ന് രാത്രി
ദൈവം ചില സൃഷ്ടിപരമായ അഭിഷേകം പകരുകയാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഹോസ്പിറ്റലിൽ 4000 രോഗിയുണ്ടെങ്കിൽ ഈ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ 4000 പേര് സൗഖ്യമാവും. അതായിരുന്നു ജോർജ് ജെഫ്രി. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വെളിയിൽ വരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി ആരെങ്കിലും ഇവിടെ സൗഖ്യമാകാനുണ്ടോ? നിങ്ങൾ യേശു സൗഖ്യമാക്കിയ കാര്യം മാത്രം വായിച്ച് നടക്കല്ലേ. യേശുവിന്റെ ആത്മാവുള്ളവൻ അത് ചെയ്യാൻ കഴിയും. ഈ ക്യാമ്പിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ, നിനക്ക് പ്രതീക്ഷയില്ലാത്ത ചിലതിന്റെ മേൽ, നിന്റെ തലമുറയിൽ ഒന്നിന്റെ മേൽ ഈ അധികാരത്തിന്റെ അഭിഷേകം പകരാൻ ദൈവാത്മാവ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്, കർത്താവേ ആ അഭിഷേകം എന്റെ കുഞ്ഞിന്റെ മേൽ പകരണമേ. വായിച്ചേ പുറപ്പാട് പുസ്തകം 13:19. എക്സോഡസ് 13:19. ഇല്ലേ? ആ 350 വർഷം മുമ്പേ പറഞ്ഞ ദൂത് മോശെ ഓർത്തു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഈ ദൂത് പറയുമ്പോൾ 1-ാം തലമുറ, ഈ ദൂത് നിവർത്തിക്കുമ്പോൾ 4-ാം തലമുറ. സ്വത്രം പറയണം. 1-ാം തലമുറയോട് പറഞ്ഞ ദൂത് 4-ാം തലമുറക്കാരൻ ഓർത്തു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ മോശെ അറിഞ്ഞു? വളർന്നത് കൊട്ടാരത്തിലല്ലേ? ജോസഫിന്റെ അസ്ഥി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ദർശനം എങ്ങനെ മോശെ അറിഞ്ഞു? മോശെ ആകെ വീട്ടിൽ വളർന്നത് മുലകുടി മാറുന്നത് വരെയാ. എത്ര വയസ്സായിരിക്കും? തിരുവനന്തപുരത്തെ സഹോദരിമാര് പറ. കൊടുത്തിട്ട് വേണ്ടേ പറയാൻ? നമ്മുടെ ശരീരം ക്ഷീണിക്കുന്ന കന്നാലിപ്പാലും കൊടുത്ത് പിള്ളേർ കൂടി വന്ന് പായും മരിച്ച് പറിച്ച് പോച്ചയും പറിച്ച് പശു കാണിക്കുന്നതെല്ലാം പിള്ളേർ കാണിക്കുകയല്ലേ. ഹലോ, നമ്മുടെ പിള്ളേരെല്ലാം അമൂൽ ബേബിയും മിൽവ ബേബിയും ഒക്കെ ആയിട്ട് മാറുകയല്ലേ. പക്ഷെ മോശ മുലകൂടി മാറിയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. കൊട്ടാരത്തിൽ വിട്ടു. പിന്നെ എന്തെങ്കിലും അവൻ വീട്ടിൽ പോയി എനിക്ക് മമ്മിയെ കാണണമെന്ന് പറഞ്ഞോ? പറ. ഇല്ല. ശൗമേല് മുലകുടി മാറിയപ്പോൾ ആലയത്തിൽ കൊണ്ട് ഏരിയുടെ കൂടെ ആക്കി. 2 പിള്ളേർ കുസൃതി പിള്ളേരാ. ആരൊക്കെ? ഒഫിനിയും. എന്നെങ്കിലും ശൗമേല് വീട്ടിൽ പോകാൻ ചണ്ടയുണ്ടാക്കിയോ? ഇല്ല. നമ്മളാണേ 9:30 സഭായോഗം, 12 മണിക്ക് തീരും. അതിനിടയ്ക്ക് മുന്നേ ഇരിക്കുന്ന പിള്ളേർ എത്ര പ്രാവശ്യം അമ്മയെടുക്ക ചെല്ലും? പറഞ്ഞേ. വെള്ളം കുടിക്കാനേ, ബിസ്ക്കറ്റ് തിന്നാനേ, പാല് കുടിക്കാനൊക്കെ ഈ ഫ്രണ്ടിൽ നിന്ന് എത്ര പ്രാവശ്യം എഴുന്നേറ്റ് പോകും? പറ. പക്ഷെ മുലകുടി മാറിയ ശൗമേൽ ആ ആലയത്തിൽ നിന്ന് പിന്നെ പോയില്ല. പോയോ? ഇല്ല. മോശ കൊട്ടാരത്തിൽ തിരിച്ചു പോയോ? ഇല്ല. അതെന്തോ ശീലമേ. ഏത് നേഴ്സറി അത് പഠിപ്പിച്ചേ? ഒന്ന് പറഞ്ഞേ. നമുക്ക് ഈ 40 വർഷം വീട്ടിൽ വരാതിരിക്കണ്ട. 3 മണിക്കൂർ പുറകോട്ട് വരാതെ ഫ്രണ്ടിൽ ഒന്ന് ഇരുത്താൻ കഴിയുന്ന അമ്മമാര് മാത്രം കൈയൊന്ന് പൊക്കിക്ക്. 40 വർഷം വരണ്ട. ഒരു 3 മണിക്കൂർ മര്യാദയ്ക്ക് അവിടെ ഇരിടാന്ന് പറഞ്ഞ് ഇരുത്താൻ കഴിവുള്ള മാതാപിതാക്കൾ എത്ര പേരുണ്ട് ഇവിടെ? അന്തരീക്ഷം മൊത്തം പോയല്ലോ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മോശ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായത്? മുലകൂടി പാറുന്ന പ്രായം വരെ അമ്മ കൊടുത്തത് പാല് മാത്രമല്ല,
ജോസഫ് പറഞ്ഞ പ്രവചനം വരെ ഇവനെ പഠിപ്പിച്ച വിട്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് നീ കൈമാറേണ്ട ദൈവിക സന്ദർശനത്തിന് ദൂതുകളാ. ഓ, ഹല്ലേലൂയ. മക്കളെ നിർബന്ധമായി സൺഡേ സ്കൂളിൽ വിടുന്ന എത്ര പേരുണ്ട്? മക്കളെ നിർബന്ധമായി വൈപ്പിയിൽ പങ്കെടുപ്പിക്കുന്ന എത്ര പേരുണ്ട്? മക്കളെ നിർബന്ധമായി ഫ്രണ്ടിൽ ഇരുത്തി മുഴങ്കാല ഇരുത്തി പാട്ടുപാടി ആരാധിപ്പിക്കാൻ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? മക്കളെ വേദപുസ്തകം വായിപ്പിക്കാൻ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ കൊച്ചു രാവിലെ എണ്ണീച്ചിട്ട് എനിക്ക് ഇപ്പം വണ്ടി വേണം, കാറ് വേണം. അത് എത്രയാണ് വേണ്ടി? അത് ഓടി തന്നെ വേണം, 4 വട്ടം ഫ്രണ്ടിലുള്ള കാറ് തന്നെ വേണം. ഉടനെ നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ലൂലു സെന്ററിൽ കയറിയും 3 വട്ടമുള്ള കാർ ഏതാ, അവൻ ഉടനെ 4 വട്ടമുള്ള കാർ എടുത്തുകൊണ്ട് വന്നു. വില എത്ര? 1300. ഉടനെ 1300 മേടിച്ച് ഇവൻ്റെ കൊടുത്തു. ഇവൻ വീട്ടിൽ കിട്ടി 5 മിനിറ്റ് കൊണ്ട് ബാറ്ററി ഊരി ഉള്ളത്ത് വെച്ചു, ഡോർ അടിച്ച് വേറെ ഇടത്ത് വെച്ചു. ഹലോ, 1200 രൂപ കൊടുത്ത് അവൻ 5 മിനിറ്റ് കൊണ്ട് 4 പാർട്സ് ആക്കി വണ്ടി എടുത്ത് മേശപ്പുറത്ത് വെക്കും. പിറ്റേ ദിവസം പറഞ്ഞു എനിക്ക് JCB വേണം. ഉടനെ മമ്മി പറഞ്ഞു അവനിപ്പം JCBയോടാ താല്പര്യം. അതാകുമ്പോൾ ആനയുടെ കൈ പോലെ ഇങ്ങനെ പൊക്കിക്കൊക്കെ നിൽക്കുന്നതല്ലേ. ഉടനെ പിറ്റേ ദിവസം ലൂലു സെന്ററിൽ പോയി JCB മേടിച്ചു. അവൻ രാവിലെ വീട്ടിൽ വന്ന് 5 മിനിറ്റ് കൊണ്ട് കൈ അടിച്ച് ഒരു കസാറ വെച്ചു, കെയർ അടിച്ച് വേറൊരു കസാറ വെച്ചു, അത് റെഡിയാക്കി. ഉടനെ പറഞ്ഞു അവനിപ്പോൾ എല്ലാ പിള്ളേർക്കും ലാപ്ടോപ്പ്, അവനും നമുക്ക് ലാപ്ടോപ്പ്. ഉടനെ ലാപ്ടോപ്പ്. സ്തോത്രം. ഉപദേശിച്ചെന്ന് ഇരിക്കാൻ ചെന്നപ്പം ഒരു കസാറ ലാപ്ടോപ്പ്, ഒരു കസാറയിൽ JCB, ഒരു കസാറയിൽ ഓടി. പിന്നെ ഇയാളെവിടെ ഇരിക്കുന്നത്? ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഇതെല്ലാം കൂടെ മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരു 10 രൂപയുടെ പേന വേണമെന്ന് എന്നോട് പറഞ്ഞാൽ, റെയിലോൺസിന്റെ ഒരു ചെറിയ ബോൾ പെന്ന് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ നീ കടയിൽ പോയി 12 പേന മേടിച്ചുകൊണ്ട് വരല്ലേ. നീ പറഞ്ഞു മോനെ പേന വേണം അല്ലേ? പേന മോനെ ഇവിടെ ശ്രദ്ധിച്ചേ, എന്തോ വേണം, എന്തോ വേണമെന്ന് ഞാൻ പറഞ്ഞേ, പേന വേണമെന്ന് കേട്ടോ, പേന വേണം. പറഞ്ഞ അമ്മ പറഞ്ഞു മോനെ യേശു അപ്പച്ചനാടാ ഇതെല്ലാം തരുന്നേ. മോന് നാളെ പേന കിട്ടാൻ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം. നിനക്ക് ഏതാ വേണ്ടി? ഏത് പേന വേണ്ടിയേ? നീ പ്രാർത്ഥിക്കണം, നാളെ അത് കിട്ടും. നാളെ വൈകുമ്പോൾ ഒരു പേന മേടിച്ചു കൊടുക്കും. പറഞ്ഞു മോന് ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നല്ലേ, യേശു അപ്പച്ചൻ തന്നാടാ, എന്താ പിടിച്ചു. അങ്ങനെ തരുന്നതെല്ലാം യേശു അപ്പച്ചൻ തന്നതാണെന്നും അത് ഇന്നലെ കൊച്ചു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണെന്നും കൊച്ചിനെ പഠിപ്പിക്കണം. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയെ നീ BScക്കോ MScക്കോ BTechനോ MTechനോ ITക്കോ ഒക്കെ വിട്ടോ, പക്ഷെ കൈമാറേണ്ടത് യേശുവിനെയാണ്. യേശു ഇപ്പൊ കരയുന്നത് നിനക്ക് BTech ഇല്ലാഞ്ഞിട്ടല്ല, MTech ഇല്ലാഞ്ഞിട്ടല്ല, IT പ്രൊഫഷനായിട്ട് നീ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാഞ്ഞിട്ടല്ല. യേശു കരയുന്നത് സന്ദർശനം അറിഞ്ഞില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വീട്ടിൽ അവൻ ഇറങ്ങി വന്നായിരുന്നു, നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നായിരുന്നു, നീ അവന്റെ സന്ദർശനം അറിഞ്ഞില്ല. ഈ രാത്രി മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കാതിരിക്കല്ലേ. ദൈവത്തിന്റെ സന്ദർശനം നീ അറിയണം. രൂത്ത് പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ, അമ്മാമ്മ വായിച്ചേ. 1:6, രൂത്തിന്റെ പുസ്തകം 1:6. മകളെ പുതിയ നിയമത്തില്ലടാ, പഴയ നിയമത്തിലേ ഉള്ളൂ. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്തു. അത് നവോമി അറിഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാരും ഇവിടെയാണോ? എല്ലാരും ഇവിടെയാണോ? യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു എന്ന് നവോമി അറിഞ്ഞു. നവോമി എവിടെ കിടക്കുക? മോവാബിൽ. ഒന്ന് ശ്രദ്ധിക്കണേ. നവോമിയുടെ ഭർത്താവിന്റെ പേരെന്നാ മോനെ? ഇവിടെ ശ്രദ്ധിച്ചു. നവോമിയുടെ ഭർത്താവിന്റെ പേരെന്ത്? നവോമിയുടെ ഭർത്താവിന്റെ പേര് കേട്ടില്ല. പോട്ടെ. നവോമിയുടെ മൂത്ത മോന്റെ പേര് മക്ലോൺ. രണ്ടാമത്തെ മോന്റെ പേര് കില്ലിയോ. മക്കളോന്റെ ഭാര്യയുടെ പേര് ഓർപ്പ. കില്ലിയോന്റെ ഭാര്യയുടെ പേര്
രൂത്ത്. എന്നാ പിന്നെ അപ്പൻ്റെ പേരോട് അങ്ങ് പറ, എലിമലേക്ക്. ഒരു നല്ല സ്റ്റാൻഡേർഡ് കുടുംബം. എലിമലേക്ക്, നവോമി, മക്കളോൻ, കില്ലിയോൻ. ദേശത്തൊരു ചെറിയ ക്ഷാമമുണ്ടായി. ദേശത്തൊരു ചെറിയ ക്ഷാമം. ബേഥലഹേമിൽ ക്ഷാമം ഉണ്ടാവും. ക്ഷാമമുണ്ടായപ്പോൾ ഇവർ 4 പേരും കൂടെ തീരുമാനമെടുത്തു, മോവാബിൽ ക്ഷാമമില്ല, ഇപ്പൊ നമുക്ക് മോവാബിലോട്ട് ഇറങ്ങിപ്പോയേക്കാം. മോവാബിലോട്ട് ഇറങ്ങി ഇവരെല്ലാം കൂടെ മോവാബിലോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, ക്ഷാമമില്ല, പൈസ കൊടുത്ത സാധനം കിട്ടും. യെരൂശലേമിൽ ഇപ്പോഴത്തെ ക്ഷാമം, ഒരു കഴുതയുടെ തല മേടിച്ച് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചാൽ കഴുതയ്ക്ക് 80 വെള്ളിക്കാശ് വില. തലയ്ക്ക് 80 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം അറിയാമോ? നമ്മുടെ യോസഫിനെ മൊത്തം കൂടെ തൂക്കി വിറ്റാൽ 20 കാശേ കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ രക്ഷകൻ യേശുവിനെ തൂക്കി വിറ്റാൽ 30 കാശേ കിട്ടത്തുള്ളൂ. പക്ഷെ കഴുതയുടെ തലയ്ക്ക് എന്നാ വിലയുണ്ട്? 80. എല്ലാവരും എൻ്റെ കൂടെ ആണോ? യേശുവിനെ വിറ്റ പൈസയ്ക്ക് 2.5 ഏക്കർ സ്ഥലം മേടിച്ചു. 30 വെള്ളിക്കാശിന് അക്കൽദാമ എന്ന് പറയുന്ന രക്തനിലം മേടിക്കാൻ യേശുവിനെ യൂദ വിറ്റ പൈസ മതി. അങ്ങനെയാണ് 80 കാശ് കൊടുത്താൽ എത്ര ഏക്കർ കിട്ടും? അത്രയും വേണം ഒരു കഴുതയുടെ തല കിട്ടാൻ. അതാ ക്ഷാമം. ഇനി അരക്കപ്പോൾ പ്രാകാശക്കറിന് 5 വെള്ളിക്കാശ് കൊടുക്കണം. ഇത്രയും ക്ഷാമമുള്ള കാലത്ത് ഇറങ്ങിപ്പോവല്ല, അതെന്തോ ചെയ്യുന്നേ? ഇറങ്ങിപ്പോയി. പക്ഷെ യെരൂശലേമിന്റെ ഗുണം, അല്പസമയം ക്ഷാമം വന്നാലും ദൈവം സന്ദർശിക്കും. ദൈവം സന്ദർശിക്കുമ്പോൾ ഇതെല്ലാം മാറും. നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞില്ല, നിന്റെ കൂടാരത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും ഞെരുക്കങ്ങളൊക്കെ അല്പസമയത്തേക്ക് വന്നാലും ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവം സന്ദർശിക്കുമ്പോൾ ഇന്നലെ വരെയുള്ള എല്ലാ കഷ്ടതയും മാറും, എല്ലാ ഞെരുക്കങ്ങൾ മാറും, എല്ലാ ക്ഷാമങ്ങൾ മാറും. നീ അതിനു മുമ്പ് ഇറങ്ങിപ്പോകരുത്. നീ അവിടെ തന്നെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം. ഒരല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. എലിമേലെക്കിന് ചെറിയ ജോലി കിട്ടി. പുള്ളിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിയെ കയറി ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ മതി, അടുത്ത പോച്ച മൊത്തം ചെത്തി അങ്ങ് പൊക്കോളൂ. മണിക്കൂറിന് 20 കാശ് കിട്ടും, $20 കിട്ടും. മോബാബിലെ പൈസയാണല്ലോ. അമ്മാമ്മയ്ക്ക് വലിയ ജോലിയൊന്നും അറിയത്തില്ല, പക്ഷെ അമ്മാമ്മയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്തുകൊണ്ടൊരു പണി കിട്ടി. അമ്മാമ്മയ്ക്ക് മണിക്കൂറിന് 15 കിട്ടും. 2 പിള്ളേർ, അവന്മാർക്ക് 2 കമ്പനിയിൽ ഓരോ ജോലി കിട്ടി, മക്കളോനും കില്ലിയോനും. ആ കമ്പനിയിൽ അവിടുത്തുകാർ പെൺപിള്ളേരും ജോലി ഉണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് നോക്കി, ഇവൻ ഇങ്ങോട്ട് നോക്കി, ഒരു ഹായ് വെച്ചു, ഒരു ഹോയ് വെച്ചു, സ്തോത്രം, ഒരു ലൈക്ക് ചെയ്തു. നിങ്ങളാരും മിണ്ടുന്നില്ല. സ്തോത്രം. മക്കളോന് ഓർഫയും കിട്ടി, കില്ലിയോന് രൂത്തിനെയും കിട്ടി. ഭയങ്കര സന്തോഷം. അച്ഛന് ജോലി, അമ്മയ്ക്ക് ജോലി, മക്കൾക്ക് ജോലി, മരുമക്കൾക്ക് ജോലി. ഒരു ദിവസം രാവിലെ കടുങ്കാപ്പി കൊണ്ട് അമ്മാമ്മ ചെന്ന ഉടനെ അച്ഛൻ കിടപ്പുണ്ട്. എപ്പോഴാ പോയെന്ന് പോലും അറിയത്തില്ല. അമ്മാമ്മ നിലത്തടിച്ചിൽ കരച്ചില്ല, ഒന്നും പറയാതാ പോയെന്ന് പറഞ്ഞു. അല്ലല്ലേ പറഞ്ഞേ? അച്ഛൻ ഒന്നും പറയാതെ പോയി. ആ അച്ഛനെ അടക്കി എന്നെ മണ്ടക്കത്തെ പൂ വാടുന്നതിന് മുമ്പേ പിള്ളേർ 2 പോയി. സ്തോത്രം. 3 പേരും പോയപ്പോൾ വീട്ടിൽ 3 വിധവമാര് ശിക്ഷിച്ചു. അതിലൊരു വിധവ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ ഉമ്മ കൊടുത്തിട്ട്, കർത്തൃമേശ കഴിഞ്ഞാൽ പോലും ഇവൾ ഉമ്മ കൊടുക്കുന്നോളല്ല, പക്ഷെ നേരത്തെ ഒടുക്കത്തെ ഒരു ഉമ്മ കൊടുത്ത ചവള് പോയി. ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ ഉമ്മ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? പക്ഷേ എല്ലാരും പോയപ്പോൾ നവോമിയുടെ കാതിലൊരു വാർത്ത മോവാബിലെത്തി. യെരൂശലേമിലെ വാർത്ത, ബേഥലഹേമിലെ വാർത്ത മോവാബിലെത്തി. എന്താ വാർത്ത? ഞങ്ങൾ വിട്ടുപോകുന്ന ബേഥലഹേമെ ദൈവം സന്ദർശിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്ദർശിച്ചെന്ന് മാത്രമല്ല, ക്ഷാമമുള്ളവർക്കെല്ലാം ആഹാരം കൊടുത്തു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരാൻ, ഇല്ലാത്തതിനെ മുഴുവൻ മടക്കിത്തരാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന്. എല്ലാവരും കരമടിച്ചു ദൈവത്തെ ആരാധിച്ചേ. യേശുവിനെ ശിമയോൻ നാഥ എന്ന് വിളിച്ചത് കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചോളം വീഞ്ഞാക്കിയത് കണ്ടിട്ടല്ല. ലാസറിന്റെ കല്ലറയ്ക്ക് പോയി ലാസറെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചപ്പോഴല്ല. ഒരമ്മ എടുത്തോണ്ട് നിൽക്കുന്ന പ്രായം 40 ദിവസം
എന്നേരം അവനെ അറിഞ്ഞു, നാഥ എന്ന് വിളിച്ചു. പക്ഷെ യേശു കരഞ്ഞത് 33.5 വർഷം ഇവരുടെ ഇടയ്ക്കൂടെ ഞാൻ നടന്നു. ഇവർക്ക് ആകെ 38 വർഷത്തെ പക്ഷപാതക്കാരനെ ഞാൻ സൗഖ്യമാക്കി. ഇവർക്ക് ആകെ 18 വർഷത്തെ കൂനയായ സ്ത്രീയെ നേരെ നിർത്തി. ഇവർക്ക് ആകെ 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കി. ഇവർക്ക് ആകെ കട്ടിലോട് എടുത്തുകൊണ്ട് വന്നവനെ, പെരയുടെ മേക്കൂരെ പൊളിച്ചകത്ത് വെച്ചവനെ ഞാൻ സൗഖ്യമാക്കി. ഇവർക്ക് ആകെ ഞാൻ വെള്ളത്തിന്റെ മീതെ നടന്ന് കടലിനെയും കാടിനെയും സാഹസിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശന്നവർക്കെല്ലാം ഞാൻ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. പക്ഷേ 33.5 വർഷം ഞാൻ ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നിട്ടും ഇവർ സന്ദർശനം അറിഞ്ഞില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി കരയരുത്. നിന്റെ സന്ദർശനം ദൈവം അറിയണം. സന്ദർശനം ദൈവം അറിയണം. ദൈവത്തിന്റെ സന്ദർശനം നീ അറിയണം.